രോമാഞ്ചം കരിയറിൽ വലിയ ബ്രേക്ക് ആയിരുന്നു. അപ്പൊ ഇത് ശരിക്കും ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഹ്യൂമറല്ലേ, അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. ജോമോനൊരു ആവേണ്ട ആളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജോമോനെ കാസ്റ്റ് ചെയ്തതാണ്. അതുമാത്രമല്ല, ജോമോൻ എത്രയോ തരം ഇമോഷൻസ് ആണ് ഈ സിനിമയിൽ. ജോമോൻ്റെ കഥാപാത്രം ഫണ്ണുണ്ട്, കരയുന്നുണ്ട്, നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങൾ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ. അപ്പോൾ അത് ജോമനെ കൊണ്ട് ഇനി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത്, ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊവിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ, അത് തുടക്ക സമയം തന്നെയായിരുന്നു സെർവൻ ചെയ്തത്. അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും അത് വർക്കാവാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പെരുമ്പള്ളി, ഇപ്പോഴും പെരുമ്പള്ളിക്ക് ഡൗട്ടാണ്, ഇങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തെന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പറഞ്ഞുകൂടാ. അതൊക്കെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഇന്ദ്രൻ ചേട്ടാ, ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുമ്പോൾ ഇനി കേരളക്കരയുടെ മൊത്തം ആശാനാവും ഇന്ദ്രൻ ചേട്ടനെന്ന് തോന്നുന്നു. ഇവിടെ സ്ട്രീറ്റ് ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ. കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് ചിരിക്കാൻ പറ്റി. നല്ലൊരു സിനിമ തന്നതിനായിരുന്നു ഞങ്ങൾ താങ്ക്സ് പറയാണ്. അപ്പം എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറൊരാള് ചെയ്ത് എത്രത്തോളം വർക്കാവുന്ന പോലും അറിയത്തില്ല. അപ്പൊ ഈ ആ ഒരു സ്ട്രഗിളിങ്, അല്ലെങ്കിൽ നമ്മള് ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയുടെ ഡയലോഗ് ഉണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ ഓടിയതാണ്. അതൊരു ഏതൊരു സിനിമാക്കാരനും അങ്ങനെ ഒരു കഥ പറയാനായിട്ടുണ്ടാവും. ഇന്ന് വന്ന വഴിയിലൂടെ തിരികെ നോക്കുമ്പോൾ ഇന്ദ്രൻസ് എന്ന നടനെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ തോന്നും. ഞാൻ കുറെ ആഗ്രഹിച്ചു, ഞാൻ ഇങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളെ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു വേഷമുണ്ട്, നമ്മളെ ഒരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. മലയാള സിനിമ ഇന്ദ്രൻസ് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രം തേടി വരാനായിട്ട് ഒരു കഥാപാത്രം ഇപ്പൊ ആദ്യം ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ മലയാള സിനിമയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ചേട്ടാ, ഇപ്പം നമ്മുടെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് മമ്മൂക്ക, അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമകളാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷെ അന്ന് മമ്മൂക്ക എടുത്തു പറഞ്ഞ 2 സിനിമ ഉണ്ട്, കുട്ടന്റെ ശിനിഗാമി, ജലധാര പംപ്സെറ്റ്. മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത് ഓർത്ത് വെച്ച് പറയാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അപ്പൊ ചേട്ടൻ എന്തായാലും ആ സമയത്ത് ഫീൽ ചെയ്യുന്നു? മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പൊ എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് സമയം കളയാനോ ഇല്ലാന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം മമ്മൂക്ക, അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു, നമുക്ക് വല്ലതും പറയണമെങ്കിൽ തന്നെ കുട്ടികളെടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പം എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശിനിഗാമിയുടെ കാര്യവും, കുട്ടൻ്റെ ശിനിഗാമി, ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ
ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിക്കും. ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും. ഇനി അവരുടെ ജോലി അല്ലാത്ത പോലെ പിന്നെ എന്തൊക്കെയോ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ്. ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മഹത്തര കാര്യം ഇനി എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം. ചെയ്തതിൽ അർത്ഥമില്ലാതായില്ല, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയില്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കൊഞ്ഞനം കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്.